നമസ്കാരം. തമിഴ്നാട് നിയമസഭയിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം സഖ്യം ഭൂരിപക്ഷം ഉറപ്പാക്കി. കോൺഗ്രസ്, വിസികെ, സിപിഐ, സിപിഐഎം എന്നീ പാർട്ടികൾ ടിവികെക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം വിജയ് ശക്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം വിജയ് വീണ്ടും ഉന്നയിച്ചിരുന്നു. ഇതേ സമയത്തു തന്നെ സഖ്യകക്ഷികളുടെ സംയുക്ത വാർത്താ സമ്മേളനവും ചെന്നൈയിൽ നടക്കും. 234 അംഗ നിയമസഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ട 118 എന്ന മാന്ത്രിക സംഖ്യയിലേക്കാണ് വിജയ് എത്തിയിരിക്കുന്നത്. നിലവിൽ ടിവികെക്ക് 107 MLA-മാരുണ്ട്. ഇതിനൊപ്പം 5 MLA-മാരുള്ള കോൺഗ്രസ്, 2 MLA-മാർ വീതമുള്ള വിസികെ, സിപിഐ, സിപിഐഎം എന്നീ പാർട്ടികളുടെ പിന്തുണ കൂടി ചേരുമ്പോൾ സഖ്യത്തിന്റെ ആകെ അംഗബലം 118 ഉയർന്നു. ഭൂരിപക്ഷം തെളിയിക്കാനില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് വിജയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കില്ലെന്ന് ഗവർണർ നേരത്തെ നിലപാടെടുത്തിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്കും തിരക്കിട്ട ചർച്ചകൾക്കും ഒടുവിലാണിപ്പോൾ പുതിയ സഖ്യം രൂപപ്പെട്ടിരിക്കുന്നത്. ബി.ജെ.പി. നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ഗവർണറെ ഉപയോഗിച്ച് പിൻവാതിലിലൂടെ ഗവർണർ ഭരണം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷം കടുത്ത ആരോപണം ഉന്നയിച്ചിരുന്നു. വെള്ളിയാഴ്ച ചെന്നൈയിൽ നാടകീയമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ നേരിട്ട് ഇടപെട്ട് വിസികെ അധ്യക്ഷൻ തോൾ തിരുവാവളനുമായി സംസാരിച്ചതാണ് സഖ്യ രൂപീകരണത്തിൽ നിർണായകമായത്. ഇതിന് പിന്നാലെ ഇടത് പാർട്ടികളും തങ്ങളുടെ പിന്തുണ വ്യക്തമാക്കി. എന്നാൽ വിജയുടെ രാഷ്ട്രീയ ശൈലിക്കെതിരെ കടുത്ത വിമർശനങ്ങളും സഖ്യകക്ഷികൾക്കിടയിൽ നിന്നുണ്ടാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടൻ സഖ്യകക്ഷികളെ നേരിട്ട് ബന്ധപ്പെടാതെ വാട്സപ്പ് സന്ദേശത്തിലൂടെ പിന്തുണ തേടിയ വിജയുടെ നടപടിയെ വിസികെ നേതാവ് ചിന്തനൈ സെൽവൻ പരസ്യമായി വിമർശിച്ചു. കൂടാതെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ റിസോർട്ട് രാഷ്ട്രീയം തിരിച്ചു കൊണ്ടുവന്നതിലും അദ്ദേഹം അതൃപ്തി രേഖപ്പെടുത്തി. ഭരണഘടനാപരമായ കടന്നുകയറ്റമാണ് ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് കർണാടക മന്ത്രി പ്രിയങ്ക് ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചു. ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ച സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ അവസരം നൽകുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 1996 അടൽ ബിഹാരി വാജ്പേയിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ച ചരിത്രപരമായ കീഴ്വഴക്കമാണ് സിപിഐഎം നേതാവ് എം.എ. ബേബി ചൂണ്ടിക്കാണിച്ചത്. അതേസമയം ഗവർണർ ഭരണഘടനാനുസൃതമായി മാത്രമേ പ്രവർത്തിക്കൂ എന്ന് ബി.ജെ.പി. ആവർത്തിക്കുന്നു. നിലവിലെ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ തന്റെ സഖ്യകക്ഷികളെ കൂടെ നിർത്താൻ അവസാനവട്ടം വരെ ശ്രമിച്ചെങ്കിലും കണക്കുകൾ ഇപ്പോൾ വിജയ്ക്ക് അനുകൂലമാണ്. മെയ് 4 ഫലത്തിന് ശേഷം തമിഴ്നാട് കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് വിജയുടെ സത്യപ്രതിജ്ഞയോടെ പരിസമാപ്തിയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. സഭയിലെ ഭൂരിപക്ഷം ഉറപ്പാക്കിയ സാഹചര്യത്തിൽ ഗവർണർക്ക് വിജയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്നാണ് സൂചന.